മഞ്ചേരി എളങ്കൂർ ചാരങ്കാവിൽ അവിടുത്തെ അങ്ങാടിയിൽ ഇന്നൊരാളുടെ കഴുത്ത് പുല്ലുവെട്ട് യന്ത്രം ഉപയോഗിച്ച് അറുത്തു. 2 പേര് ഇന്ന് രാവിലെ ഈ പുല്ലുവെട്ട് യന്ത്രവുമായിട്ട് ആ സ്പോട്ടിൽ അങ്ങാടിയിലേക്ക് വരികയാണ്. ഒരാൾ സുരേന്ദ്രന്, അയാൾ ഒരു സ്കൂട്ടറിൽ ഈ പുല്ലുവെട്ട് യന്ത്രവുമായിട്ട് അവിടെ വന്നു. അയാളുടെ സുഹൃത്ത് പ്രവീണ് അയാൾ തൊട്ട് പുറകെ വന്നു. ആദ്യം സുരേന്ദ്രൻ വന്നപ്പം ഇവരുടെ കൂടെ ജോലിക്ക് പോകുന്ന മൊയ്തീൻ, അയാൾ കൂമന്താടി മൊയ്തീൻ ആണ്, 35 വയസ്സുണ്ട്. അയാളും ആ സ്പോട്ടിൽ വന്നു. അയാളും പുല്ലുയന്ത്രം ഉപയോഗിച്ചിട്ട് തൊഴിൽ ചെയ്യുന്ന ആളാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പം സുരേന്ദ്രൻ വന്നുടനെ സുരേന്ദ്രനോട് പറഞ്ഞു, നീ ആ മെഷീനൊന്ന് എനിക്കൊന്ന് തരണം, എനിക്ക് തൊട്ടടുത്ത് ഒരു JCB വരാൻ സ്വല്പം കാർഡ് അവിടെയുണ്ട്, ആ JCB വരുന്നതിന് മുമ്പ് ആ കാർഡൊന്ന് തെളിക്കണം. ഇത് പറഞ്ഞ് സംസാരിച്ച് ഇയാൾ അയാളുടെ കയ്യിലിരുന്ന പുല്ലുവെട്ട് യന്ത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ മൊയ്തീൻ്റെ കൂട്ടുകാരനായ ഒന്നിച്ച് ജോലി ചെയ്യുന്ന പ്രവീൺ അവിടെ എത്തി. അയാൾക്ക് 35 വയസ്സുണ്ട്. അയാൾ നല്ല സ്മാർട്ടാണ്, കാണാനും മിടുക്കനാണ്. അയാൾ അവിടെ വന്നു. അയാളൊരു ബൈക്കിലാണ് വന്നത്. സ്ഥിരം തൊഴിലാളികൾ ഇങ്ങനെയാണ്, ഈ പുല്ലുവെട്ട് യന്ത്രമായിട്ട് ബൈക്കുകളിൽ പോയി സ്പോട്ടിൽ പോയി ജോലി ചെയ്യും. ഈ സമയത്ത് മൊയ്തീന് ആ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ യന്ത്രം കയ്യിൽ പെട്ടെന്നെടുത്ത് തൻ്റെ സുഹൃത്ത് പ്രവീണ് അയാളുടെ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പിന്നിക്കൂടെ ചെന്നിട്ട് അയാളുടെ കഴുത്തിന് പിന്നിൽ ഈ യന്ത്രം ഓൺ ചെയ്ത് അങ്ങ് പിടിപ്പിച്ചു. കഴുത്തറ്റു. അയാൾ പുറകോട്ട് മലന്നടിച്ച് വീണു. ഇത് സുരേന്ദ്രനും അവിടെ കൂടിയ ആൾക്കാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു നീക്കം. മൊയ്തീനും പ്രവീണും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർക്കോ ആ അങ്ങാടിയിലുള്ളവർക്കോ ഒന്നും അറിയില്ല. പിന്നെ എന്തിനും ഇത് ചെയ്ത് ഒന്നിച്ച് ജോലിക്ക് പോകുന്നവരാണ്. പക്ഷേ മൊയ്തീൻ നല്ല മദ്യപാനിയാണ്, സ്ഥിരമായിട്ട് മദ്യപിക്കും, നല്ല മദ്യപാനിയാണ്. ജോലി ചെയ്യുന്ന പണമെല്ലാം മദ്യം വാങ്ങിച്ച് കഴിക്കും. പക്ഷേ പ്രവീണ് നല്ല ആരോഗ്യവാനും നല്ല സ്മാർട്ടുമാണ്. ഇയാൾ ഈ കഴുത്തിൽ യന്ത്രം വെച്ച് അയാൾ കഴുത്തറുത്തു. അയാൾ മറന്ന് വീണ് കഴിഞ്ഞ ഉടനെ ഈ മെഷീന് സുരേന്ദ്രൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അയാൾ നിന്ന ആ സ്റ്റോപ്പിൽ നിന്ന് അയാൾ സ്വല്പം കയറ്റമുണ്ട് മുകളിലോട്ട് അങ്ങോട്ട് കയറി നടന്നു. വളരെ സാവധാനം കൂളായിട്ട്, കാരണം വലിയ ജോലിയൊന്നും ഇല്ലല്ലോ, കഴുത്ത് ഈ മെഷീൻ വെച്ച് അങ്ങ് അറുത്തല്ല. അയാൾ സ്വല്പം മുകളിലോട്ട് കയറി തിരിച്ചു വന്നു. അവിടെ കൂടിയവരടുത്ത് പറഞ്ഞു, ഒരാളെയും കൂടെ തീർക്കാനുണ്ട്, ഒരുത്തനെ എന്നല്ല ഒരാളെയും കൂടെ തീർക്കാനുണ്ട്, അതിപ്പോൾ ഉടനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് നടന്നു പോയി. നാട്ടുകാരെല്ലാം കൂടെ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിനെ വരുത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളായ ഇവർ 2 പേരും മൊയ്തീനെ എന്തുകൊണ്ട് പ്രവീണിനെ കൊന്നു? അതും അതിദാരുണമായ ക്രൂരമായ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ആ കൊലപാതകം നടത്തിയത്. ഇതൊരു വെൽ പ്ലാൻഡ് കൊലപാതകം തന്നെ. കാരണം അത് മനസ്സിലാലോചിച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്തു വളരെ ഈസിയായിട്ട് ഒരു വയലൻസും ഇല്ലാതെ വളരെ പെട്ടെന്ന് കാര്യം നടത്താം എന്ന് ആ മൊയ്തീൻ ആലോചിച്ചുറച്ച കാര്യമാണ്. അങ്ങനെയാണ് ഇവർ 2 പേരും ജോലിക്ക് വരുന്ന സ്ഥലത്ത് ഏകദേശം രാവിലെ 6-6:45 ജോലിക്ക് വരും. നല്ല വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് അവരുടെ ജോലി തീർത്തിട്ട് മെഷീൻ കൊണ്ട് കാട് വെട്ടിയിട്ട് പോവും. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. 6:45 സുരേന്ദ്രൻ എത്തിയപ്പം തന്നെ മറ്റേയാൾ ഉടനെ വരും എന്ന് മൊയ്തീൻ അറിയാം. മൊയ്തീനും അവരുടെ ഒപ്പം ജോലിക്ക് പോകുന്നതല്ലേ. ആ മെഷീൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അയാൾക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അവന് തൊട്ടടുത്ത് JCB വരുന്നുണ്ട്, അപ്പം സ്വല്പം കാട് വെട്ടണം, സാധാരണ അവരും ചെയ്യുന്ന പണിയാണല്ലോ. പക്ഷേ ഇതുപോലൊരു ക്രൂരമായ കൊലപാതകം അയാളോ ആരും പ്രവീണും പ്രതീക്ഷയുണ്ടായില്ല. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു കൊലപാതകം വൈരാഗ്യത്തോടെ ചെയ്യുന്നത്? അയാളുടെ
ഈ കൊലപാതകം അതേ രീതിയിൽ ഒന്നുകൂടെ ചെയ്യാനുണ്ട് എന്ന് പറയുന്നത്. അതാരാണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊരു വെൽ പ്ലാൻഡ് കുറേ ദിവസങ്ങളെടുത്ത് തീരുമാനമെടുത്ത ഒരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല മദ്യപാനിയാണ് ഇയാൾ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ത്രീ വിഷയം തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇത്ര ക്രൂരമായ രീതിയിൽ സഡനായിട്ട് ഒരാളെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരാളും കൂടി ഉണ്ട്. അത് ഒരു സ്ത്രീയാകാം, അല്ലെങ്കിൽ ഇയാളെപ്പോലെ ആ സ്ത്രീയുടെ അടുത്ത് പോയ ആരെങ്കിലും ആകാം എന്ന് കരുതേണ്ടി വരും. എന്തായാലും പോലീസ് അത് ചോദ്യം ചെയ്ത് വെളിയിലോട്ട് കൊണ്ടുവരേണ്ടി വരും. മോട്ടീവ് പോലീസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. എന്തിനാണ് ഈ വിഷയം വെച്ചിട്ട് ഇയാൾ അയാളെ കൂടെ സഹപ്രവർത്തകനും ഒന്നിച്ച് ജോലിക്ക് പോകുന്നവനെ കൊന്നത്? ആ മോട്ടീവ് പോലീസ് കണ്ടെത്തിയേ വെക്കുള്ളൂ. കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് ആ മോട്ടീവ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. കൊന്നത് എന്തിനാണ് എന്ന് പോലീസ് കുറ്റച്ചാർജ് കോടതി പറയും. അതുകൊണ്ട് മൊയ്തീനെ പറ്റി നല്ല മദ്യപാനിയാണ്, അയാളുടെ ചിന്തകൾ ഇങ്ങനെ പോവും, അയാൾക്ക് ഇത്രയും ക്രൂരമായ ഒരു വൈരാഗ്യം വരാനുള്ള കാരണം എന്ത് എന്നതിനെപ്പറ്റി പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം അല്ലാതെ ഈ കേസ് മുന്നോട്ട് പോവില്ല. ഇനി ഒരാളെയും കൂടെ കൊല്ലാനുണ്ട്. അതാര് എന്ന് അയാളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റുള്ളൂ. നമുക്ക് പാലക്കാട്ട് ഇന്നലെ ശിക്ഷിച്ച ചെന്താമരയുടെ കാര്യം അറിയാമല്ലോ. മനസ്സിൽ അയാൾ അന്ധവിശ്വാസിയായിരുന്നു, മനസ്സിൽ വൈരാഗ്യം തോന്നി. തൻ്റെ ഭാര്യ വണങ്ങിപ്പോകാൻ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ, മുടി നീളമുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് അവരെ കൊന്നു. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയിട്ടും വീണ്ടും അവരുടെ ഭർത്താവിനെയും അവരുടെ ഭർത്താവിൻ്റെ അമ്മയും കൊന്നിട്ടാണ് അയാൾ ഇപ്പോഴത്തെ അറസ്റ്റ് വരിക്കുന്നത്. അയാൾ ഇനിയും കൊല്ലും, ഇനി 1-2 പേരെ കണ്ടുവച്ചിട്ടുണ്ട് എന്നൊരു വാചകം അന്ന് പറയുണ്ടായി. ഇവിടെ മൊയ്തീൻ ഒരാളെയും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാന്നറിയത്തില്ല. ആരെയാണ് കൊല്ലാൻ ഉദ്ദേശിച്ച്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൂരമായ ഒരു വൈരാഗ്യം വന്നത് എന്ന് പോലീസ് കണ്ടെത്തും. മഞ്ചേരി പോലീസ് അത് വെളിയിൽ കൊണ്ടുവരും എന്ന് കാണാം. അത് ഈ കേസിൻ്റെ അന്വേഷണത്തിലും ഇതിൻ്റെ പുരോഗതിക്കും ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലും കണക്കാക്കി ആരാണ് ഇനിയും കൊല്ലാനുള്ള അല്ല വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് എന്ന് കണ്ടെത്തേണ്ടി വരും.